ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്താൽ പൊതിയപ്പെട്ട ഒരു പ്രഭാതമാകട്ടെ എന്ന് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ധ്യാന വിഷയമാക്കുവാനായി തന്ന തിരുവചനം ഇതാണ്. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഹല്ലേലൂയ. ക്രിസ്മസ് ദിനത്തിന്റെ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ചെറിയ നോമ്പ് കാലത്ത്, പരിശുദ്ധ സഭയും കർത്താവും എന്നോടും നിന്നോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കുക. നിന്റെ ആദ്യ സ്നേഹം എവിടെ പോയി? നമുക്ക് ആലോചിക്കാം പ്രിയരെ. ആദ്യമായി നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തുമാത്രം ആവേശമായിരുന്നു, സന്തോഷമായിരുന്നു ഉള്ളില്. കർത്താവിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയല്ലേ ഞാൻ. എന്തോരം ആവേശമായിരുന്നു ഉള്ളില്. അതിപ്പോഴുണ്ടോ? ഇല്ല എങ്കിൽ അതെവിടെയാണ് നഷ്ടപ്പെട്ടത്? അതുപോലെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉള്ളിൽ എൻ്റെ പങ്കാളിയോട് നിറഞ്ഞു കവിഞ്ഞ ആ സ്നേഹം ഇന്ന് എവിടെ നഷ്ടപ്പെട്ടു? എൻ്റെ മക്കളോട്, സഹോദരങ്ങളോട് എനിക്കുണ്ടായിരുന്ന സ്നേഹം കൈമോശം വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ സന്യാസ ജീവിതമാണ് ദൈവം എനിക്ക് തന്നതെങ്കിൽ, ഞാൻ തിരഞ്ഞെടുത്തതെങ്കിൽ, എന്തുമാത്രം താല്പര്യത്തോടെയാണ് ഈ ജീവിതത്തിലേക്ക് ഞാൻ വന്നത്. അന്ന് ഈശോയോട് എത്രയധികം സ്നേഹമായിരുന്നു. ഇന്ന് ആ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് എനിക്ക് ഈ സന്യാസ ജീവിതം വിരസമായി തോന്നുന്നുണ്ടോ? അതുപോലെ ആദ്യമായി ഇടവകയിലെ വികാരിയായി ചാർജ് എടുത്ത ഒരു വൈദികനാണ് ഞാനെങ്കിൽ, ആ ഇടവകയോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഇടവക ജനത്തിനോട് ഒത്തിരിയേറെ താല്പര്യമായിരുന്നു. എന്നാൽ അതെല്ലാം മുരടിച്ചുപോയി, ആ താല്പര്യം നഷ്ടമായി. ഓരോ സഹോദരങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനുഷിക തലത്തിലുള്ള ബന്ധങ്ങളിലും സ്നേഹക്കുറവുണ്ടാകും. ജീവിതത്തിലെ വേദനകളും യാതനകളും പ്രശ്നങ്ങളുമല്ല നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തുന്നത്. പ്രത്യുത ഹൃദയത്തിലെ സ്നേഹം ആദ്യം തന്നെ നഷ്ടമായതുകൊണ്ടാണ് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ കീഴടക്കിയത്. അതിനാൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുക മാത്രമാണ്, തിരിച്ചു വരിക മാത്രമാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനോടുള്ള ആദ്യ സ്നേഹം വീണ്ടെടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം, പ്രത്യേകിച്ച് കുടുംബജീവിതം, സന്യാസ ജീവിതം, തളർന്നു കിടക്കുന്ന അവസ്ഥകൾ എല്ലാം മധുരമായി മാറും. അലസത വിട്ടുപോകും, ശൂന്യത വിട്ടുപോകും. ആദ്യ സ്നേഹം പുതിയ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കും. അതുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്, സഹോദരങ്ങളെ, എൻ്റെ മക്കളെ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഞാൻ തിരിച്ചു തരാമെന്ന്. ഹല്ലേലൂയ. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ ജീവിത മേഖലകളിൽ അനുഭവപ്പെടുന്ന എല്ലാ നിരാശയും മടുപ്പും തളർച്ചയും എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.